നമ്മളൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡ്ഡലിക്ക് എന്താ പ്രത്യേകത എന്നല്ലേ, നമ്മൾ 1 കിലോ അരി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കൂടെ വെറും 1/2 കപ്പ് ഉഴുന്നാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടാൻ നിങ്ങൾക്ക് ഇപ്പോൾ അതിശയമായിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ കുഞ്ഞു കുഞ്ഞു ടിപ്സ് പ്രയോഗിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയും അത് പൊന്തിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളിതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള 1 കിലോ റൈസ്, 1/2 കപ്പ് ഉഴുന്ന്, ഒരു പിഞ്ച് ഉലുവ, പിന്നെ 2 പിടി ചോറ് തുടങ്ങിയവയാണ് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. ഇങ്ങനെ പറഞ്ഞ് വലിച്ചു നീട്ടണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ അരി കഴുകി എടുക്കുകയാണ്. ഞാൻ 4 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ 1 കിലോനായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊറുക്കിയെടുത്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിടുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വെള്ളത്തിൽ അരി കുതിർക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ അരി നമുക്കൊരു സാറ്റിസ്ഫാക്ഷനോടെ കഴിക്കാം. അത് നല്ല വെള്ളത്തിൽ കിടന്നിട്ടല്ലേ കുതിർന്നത് എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ഒരു ഇത്തിരി വെള്ളം വാർന്നാണ്ട് വെക്കുമ്പോൾ അത് നല്ല വെള്ളം ആവില്ലല്ലോ. ഈ അരി പല സ്ഥലത്തിലൂടെയും വരുന്നതല്ലേ, ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു 4-5 തവണ നന്നായിട്ട് വാഷ് ചെയ്ത് തെളിഞ്ഞ നല്ല വെള്ളം കൊണ്ടാണ് കേട്ടോ കുതിർക്കാനായിട്ട് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് ഉഴുന്ന് അളന്നെടുക്കാം. ഞാനൊരു ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ഇത് കറക്റ്റാണ് കേട്ടോ, കപ്പളവ് തന്നെ കറക്റ്റാണ്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 1/2 ടീസ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ ഒരു ഫസ്റ്റ് ടിപ്പ് ഇതാണ്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യുക. നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് തയ്യാറാക്കുമ്പോൾ ഈ ഒരു വെള്ളത്തിലിടുമ്പോൾ ഒരു ഇത്തിരി ഉലുവ കൂടി ഇട്ട് വെക്കുക. അത് ഫസ്റ്റ് ടിപ്പാണ് കേട്ടോ. ഇനി സെക്കൻഡ് ടിപ്പാണ് കേട്ടോ ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ ഉഴുന്ന് എപ്പോഴും വാഷ് ചെയ്ത് നല്ല വെള്ളം കൊണ്ട് കൂടിയും വാഷ് ചെയ്ത ശേഷം നമ്മൾ അരച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമല്ലേ, അതാണ് കേട്ടോ നമ്മൾ ഈ ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ അത്രയും ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇനി നമ്മൾ ഈ ഒരു വെള്ളം മാറ്റുന്നില്ല. ഇത് നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഡയറക്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്ത ശേഷം ഒരു മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു വെള്ളത്തോട് കൂടിയാണ് കേട്ടോ ഉഴുന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നമ്മളൊരു സീക്രട്ട് ടിപ്പാണ്. അപ്പോൾ ഇതുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. അതിനുശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അരി അരച്ചെടുക്കാം. അത് നമ്മൾ ഊറ്റിയെടുത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. വേറെ ഫ്രഷ് വാട്ടർ ഒഴിച്ച് കൊടുത്ത് കണ്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം ഒരു പിടി ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2 തവണയായിട്ട് ഇട്ട് കൊടുത്തത് എൻ്റെ ഒരു കുഞ്ഞി കൈ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കൈയളവിനൊരു പിടി ഇട്ട് കൊടുത്താൽ മതിയാകും, അത്യാവശ്യം വലിപ്പമുള്ള കൈയാണെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തോളൂ. നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കൊന്നും വേണ്ട. നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരിത്തിരി തരിപ്പൊക്കെ വേണം, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടുള്ളൂ. പിന്നെ ഇത് ഒതൻറ്റിക്കായിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടണില്ല. ഇത് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഈസി ആയിട്ടുള്ള ഇഡ്ഡലി സോഫ്റ്റായിട്ട് കിട്ടാനുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ അടുത്ത തവണയോടി നമ്മൾ ഇതേപോലെ തന്നെ അരച്ചെടുക്കുകയാണ്. ഒരു പിടി ചോറ് കൂടി മിക്സ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അതും നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു തവണ കൂടി അരക്കാനുള്ള അരി അതിലുണ്ട് കേട്ടോ. നമ്മൾ 4 നാഴിയോളം ഇട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ചല്ലേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ പിറ്റത്തെ പ്രാവശ്യം നമ്മൾ അരച്ചെടുത്തപ്പോൾ അതിലേക്ക് ചോറിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ 2 പിടി ചോറാണ് കേട്ടോ കൂടി യൂസ് ചെയ്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നമ്മുടെ 3ാമത്തെ ടിപ്പാണ് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് വെക്കുക. അത് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ടുള്ള മാവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പം നമ്മൾ യൂസാക്കാനും വേണ്ടിയിട്ടുള്ള മുഴുവൻ ഉപ്പൊന്നും ഇതിലേക്ക് ഇടുന്നില്ല, ഒരു പിഞ്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഞാനൊക്കെ ഉപ്പിട്ട് വെച്ചാൽ ഇത് നല്ല പുളിപ്പ് വരും. ഞങ്ങളിവിടെ പുളിപ്പ് വന്ന ഇഡ്ഡലിയൊന്നും ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞങ്ങളൊരു ഇത്തിരി ഇട്ട് വെക്കും. അപ്പോൾ അതുകൊണ്ട് പുളിപ്പൊന്നും വരില്ല. എന്നിട്ട് നമ്മൾ 8 മണിക്കൂർ ഓവർനൈറ്റും ഒക്കെ റെസ്റ്റ് ചെയ്താൽ വെച്ച ശേഷം ഞാൻ എണീറ്റ് വന്നപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ പൊന്തി നിൽക്കുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ഇത് റെഡി ആവില്ലേ എന്നുള്ളത്. രാവിലെ ഇത് കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. നമ്മുടെ അടുത്ത ജോലികളൊക്കെ ചെയ്യാനുള്ള എനർജിയും ഓക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ സോഫ്റ്റ്നെസ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ മുമ്പിൽ പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അത്രക്കും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആകെ കുറച്ച് ഇന്നേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് ഒരിക്കലും പറയില്ല. എനിക്ക് തോന്നുന്നു എക്സാക്റ്റ് കണക്ക് നമ്മൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് ഉഴുന്നാണെന്നുള്ളത്. അത് നമ്മൾ 4 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം അതിന് ശേഷം നമ്മളൊരു പിഞ്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരിക്കലും അത്യാവശ്യമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലാതെ തന്നെ ഇത് സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ 4ാമത്തെ ടിപ്പാണ് കേട്ടോ. ഈ ഒരു മിക്സിങ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ എഴുന്നേറ്റ് ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇനി ഒരു മണിക്കൂറോ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്ത ശേഷം വേണം നമ്മൾ ഈ ഒരു ഇഡ്ഡലി ചുട്ടെടുക്കാൻ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിത് രാവിലെ തന്നെ ചെയ്തിട്ട് അതിന് ശേഷമാണ് കേട്ടോ നിസ്കാരവും അതുപോലെ തന്നെ ചായയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചട്നിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് വന്നിട്ട് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോഴേക്ക് ഇതിൻ്റെ അവസ്ഥ ഇതിലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ ഇളക്കി കൊടുത്ത് അടച്ചു വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ജിഞ്ചർ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മളൊരു 4 ചീരുള്ളിയും 2 ഇഞ്ചിയുടെ കഷ്ണമാണ് കേട്ടോ, അത്യാവശ്യം വലുതും 2 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഉഴുന്നും കടുകും പൊട്ടിച്ചെടുക്കുകയാണ്. ചുവന്ന മുളക് ഉണ്ടെങ്കിൽ അതുകൂടി യൂസ് ആക്കാം. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ കരിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുള്ള ആ അരപ്പുണ്ടല്ലോ, നമ്മളുടെ ഇഞ്ചിയുടെ ഫ്ലേവറാണ് കേട്ടോ മുന്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജിഞ്ചർ ചട്നി എന്ന് പറയുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് ഓവറായിട്ട് തിളക്കരുത്. ഇത് മൺകലായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നാണ്ട് തിളച്ചാൽ തന്നെ ഇത് കുക്കായി കിട്ടും. പിന്നെ ആ ഒരു ചൂട് ഇതിൽ കുറച്ച് നേരം നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ കറിയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചുട്ടെടുക്കാം. അപ്പോൾ ഇതാക്കണേ, ഇളക്കി വെച്ചതിൻ്റെ ഒരു ബെനിഫിറ്റാണ് കേട്ടോ ഈ കാണുന്നത്. ഒന്നുകൂടി നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ എത്ര നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയണില്ല, പക്ഷെ ഇത് എക്സാക്ട്ലി നല്ല സോഫ്റ്റ് ആൻഡ് പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം ഇഡ്ഡലി കൂടി ചുട്ടെടുക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ചെമ്പെന്ന് ഉദ്ദേശിച്ചത് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് എണ്ണ പുരട്ടിയെടുത്തിട്ടുള്ള ഇഡ്ഡലി തട്ടെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇഡ്ഡലി ഒരു 3/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ചുടുമ്പോൾ 1/2 ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ, ബാക്കി പൊങ്ങി വരുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇത് ചെറിയ ചെറിയ ഇഡ്ഡലികളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലിപ്പം തോന്നിക്കാനും വേണ്ടിയിട്ട് ഇത് 3/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടിയെടുത്തിട്ട് നമ്മൾ തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിന് മുകളിലോട്ട് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇഡ്ഡലിയുടെ വേവൊന്നും ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. നമ്മൾ ആവി വന്ന ശേഷം കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഡ്ഡലി അതിൽ നിന്ന് എടുക്കാനായിട്ട് നമ്മൾ ഒരു സ്പൂണ് വെള്ളത്തിൽ മുക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താണ് കേട്ടോ കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തട്ടിൽ ഇപ്പോൾ കിട്ടാൻ കുറച്ച് പരായിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല സോഫ്റ്റായിട്ട് എളുപ്പത്തിൽ കിട്ടിയതായിരുന്നു. ഈ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണോ എന്താ എനിക്കറിയില്ല, കുറച്ച് ടൈം എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലികളെല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. എത്ര സോഫ്റ്റാണെന്ന് നോക്കൂ. ഇത്രയൊക്കെ എനിക്ക് പ്രൂവ് ചെയ്ത് വരാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഈ കോപ്രായം മുഴുവൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ അങ്ങോട്ട് പിടിച്ചിട്ടും ഇങ്ങോട്ട് പിടിച്ചിട്ടൊക്കെ പ്രൂവ് ചെയ്യാണ്. അപ്പോൾ അത് നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇത് പുളിപ്പ് വരാത്ത ടൈപ്പ് ഇഡ്ഡലിയാണ് കേട്ടോ. ഇവിടെ ആർക്കും പുളിപ്പ് വന്നിട്ടുള്ള ദോശയോ ഇഡ്ഡലിയോ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഇന്ന് ഉപയോഗിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയുടെ റെസിപ്പി. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാത്തവർ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്.